ഇവിടെ ഭയങ്കര പൊടിയാട്ടോ സത്യം ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് നോക്കട്ടെ. നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ വടകര പുതിയ ബസ് സ്റ്റാൻഡിലാണ്. അതായത് കറക്റ്റ് പറഞ്ഞാൽ MRA ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ ഇന്നൊരു ഇവിടെ നിന്നൊരു ബസ് സ്പോട്ടിംഗ് വീഡിയോ ചെയ്യാൻ പോവാണേ. ഒരു 7 മണി മുതൽ 10 മണി വരെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് കണ്ട ബസ്സാണ്. പിന്നെ ഞാൻ 7 മണിക്ക് ഇവിടെ എത്തിയപ്പോൾ നമ്മളെ ട്രിവാൻഡ്രത്തേക്ക് ഒരു സ്വിഫ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ എക്തശിക്ഷ 7:18 ലയൺ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. സെയിം ടൈമിൽ മറ്റൊരു ബസ്സും കോഴിക്കോടേക്ക് പോയിട്ടുണ്ട്. ലിമിറ്റഡ് സ്റ്റോപ്പാണ്. അടുത്തൊരു KSRTC പോയിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ്. 7:22 നെടുങ്കണ്ടത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് KSRTC കോഴിക്കോട് ഭാഗത്തേക്ക്. ഇപ്പോൾ സമയം 7:27 കണ്ണൂർ ഭാഗത്തേക്കുള്ള ആദ്യത്തെ KSRTC ബസ്സാണ് ഇവിടെ ഞാൻ സ്പോട്ട് ചെയ്തത്. മൂന്ന് മിനിറ്റ് ഗ്യാപ്പിൽ അടുത്ത ലിമിറ്റഡ് സ്റ്റോപ്പ് വന്നു കണ്ണൂരേക്ക്. സാഗര. കോഴിക്കോടേക്കുള്ള ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് അനാമിക നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നുണ്ട്. ഇത് എത്ര മണിക്ക് ഇറങ്ങും നോക്കാം കേട്ടോ നമുക്ക്. അനാമിക 7:36 കണ്ണൂരേക്ക് KSRTC. അനാമിക 5 മിനിറ്റ് പുതിയ ബസ് സ്റ്റാൻഡ് ചിലവഴിച്ചിട്ടു അങ്ങനെ എന്താക്കി 38 കോഴിക്കോട്ടേക്ക് പോയട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നപ്പം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദൂരെ നിന്ന് വരുന്ന ലോറികൾക്കെല്ലാം ഈ ഒരു വഴി മനസ്സിലാവാത്തൊരു വിഷയം ഉണ്ട് കേട്ടോ. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വൈകുന്നേര സമയങ്ങൾ ഏകദേശം ഒരു 9:30 മണി വരെ ഉണ്ട് ട്രാഫിക്കിൻ്റെ കാര്യം. ഒരു രക്ഷയില്ല കേട്ടോ. ഏഴ് 59 എർദിക കണ്ണൂർ. ഇപ്പോൾ സമയം 8:01 പുനലൂരേക്കുള്ള സ്വിഫ്റ്റ് ബസ്. അപ്പം എടുത്തു പറയണ്ട, ഇനി ആർക്കെങ്കിലും അറിയണമെങ്കിൽ നമ്മളിപ്പം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന KSRTC ബസ് സ്റ്റാൻഡിൽ കയറില്ല. നമ്മളെ MRA ബേക്കറി റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിർത്തുക. ഇപ്പോൾ സമയം 8:07 A1 ട്രാവൽസിൻ്റെ ഒരു ബസ്. ഇത് എറണാകുളത്തേക്കോ ട്രിവാൻഡ്രത്തേക്കോ ആയിരിക്കാം ഫസ്റ്റ് സ്പോട്ട് ചെയ്ത കേട്ടോ. തൊട്ട് പുറകിൽ ട്രിവാൻഡ്രത്തേക്കുള്ളൊരു വെള്ളാന. നല്ല രസമില്ലേ കാണാൻ. പുതിയ ബസ് സ്റ്റാൻഡിലെ എലവേറ്റഡ് ഹൈവേയുടെ ഫില്ലറുകൾ, അത് പിയർ ക്യാപ്പെല്ലാം ഇങ്ങനെ ചെറുങ്ങനെ അതായത് മന്ദഗതിയിൽ നീങ്ങുന്നതും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുവാണ്. ഇങ്ങനെ പോയാൽ ഇത് 2028 കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. അടുത്തൊരു സ്വിഫ്റ്റ് ബസ് 8:09 ഒരു സ്വിഫ്റ്റ് വന്നിട്ടില്ലേ. ഇത് പെരിന്തൽമണ്ണ പാലക്കാട് പൊള്ളാച്ചി വഴി ഡിണ്ടിഗൽ വരെ പോകുന്ന ബസ് കേട്ടോ. ദീർഘദൂര സർവീസ് നടത്തുന്ന സ്വിഫ്റ്റ് ബസ്സാണ്. ഇതാണ് നിലവിൽ നമ്മളെ വടകര എലവേറ്റഡ് ഹൈവേയുടെ കറണ്ട് സ്റ്റാറ്റസ്. ഈ ഒരു ശ്രീമണി ലോഡ്ജിന് താഴെ കാണുന്ന ഈ ഒരു കട ഉണ്ടല്ലോ, ഈ ഒരു ഹോട്ടല് അല്ലെങ്കിൽ തട്ടുകട, ഇത് രാത്രി നിങ്ങൾക്ക് എല്ലാ സമയത്തും ഫുഡ് കിട്ടും അവിടെ.
വടകരയുടെ ഐശ്വര്യം വാഗടിൻ്റെ വണ്ടികൾ. സമയം 8:18. കണ്ണൂരേക്കുള്ള വിരാട് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ഒരു ഏകദേശം ഒരു 8:15 ആകുമ്പോഴത്തേക്ക് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളൊക്കെ കൂടണഞ്ഞെന്ന് പറയാം കേട്ടോ. വടകര 8:24 കണ്ണൂരേക്ക് ടാലൻറ്റ്. 8:27 അറ്റ്ലാന്റിക് കണ്ണൂരേക്ക്. 8:29 സിംബ കണ്ണൂരേക്ക്. 1 രണ്ടാമത്തെ ബസ് സ്പോട്ട് കേട്ടോ വടകരന്ന്. ട്രാഫിക് എല്ലാം കുറച്ച് കുറഞ്ഞു കേട്ടോ ഇപ്പോൾ. എട്ട് 36 കോഴിക്കോട് തൃശ്ശൂർ കോട്ടയം ഫാസ്റ്റ് പാസഞ്ചർ കേട്ടോ പോകുന്നത്. ആരുമില്ല ബസ്സിൽ, ഫുള്ള് കാലിയാണ്. എട്ട് 41 കണ്ണൂരേക്കുള്ള കൃതിക. തൊട്ടുപുറകിൽ തലശ്ശേരിക്കുള്ള സ്വിഫ്റ്റ്. തലശ്ശേരി ഒരു 15 മിനിറ്റ് ബസ്സുകളൊന്നും വന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമാണ് ഈ കാണാൻ പോകുന്നത്. ഇപ്പോൾ സമയം 9:03. അപ്പം 9 മണി വരെ നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ് തന്നെ കോഴിക്കോടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബസ്സിന് കേട്ടോ 9 മണിക്കാണ്. 9:01 ഇപ്പം ഇത് കോഴിക്കോടേക്കാണ്. 9:07 പാലക്കുള്ള സൂപ്പർ ഫാസ്റ്റ്. പ്രൈവറ്റ് ബസ് പോയിട്ടും പ്രൈവറ്റ് ബസ് കയറാതെ KSRTC വേണ്ടി കാത്തു നിന്ന ഒരാളെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് KSRTC ചോദിച്ചപ്പം അയാൾ പറഞ്ഞ മറുപടി കേട്ടോളി. നിങ്ങൾ പറഞ്ഞ എന്താ നിങ്ങൾ മറ്റേ പ്രൈവറ്റ് ബസ് പോകാതെ? പ്രൈവറ്റ് ബസ് പോകാതിൻ്റെ കാരണം അതിൻ്റെ അകത്ത് ചുരുക്കി പറയാൻ നിങ്ങൾ യാത്രക്കാർക്ക് ഒരു സൗകര്യമില്ല. രണ്ടാമതൊരു ബലി ഒരിടത്തോട്ട് ഇട്ട് വയ്ക്കാൻ സ്മെല്ല് പോലും പുറത്തു പോകില്ല. തേങ്ങാക്കൂടെ ഉണ്ടാക്കിയതിനോട്ട് 5-6 കമ്പിയും വെച്ചിട്ട് ലോട്ടറി ടിക്കറ്റ് വെക്കുന്ന ഒരു വണ്ടി പോലെ, അല്ലെങ്കിൽ തേങ്ങ കൊണ്ടുവരുന്ന ഒരു വണ്ടി പോലെ തോന്നുന്നത്. ഒരു യാത്രക്കൊരു സൗകര്യം ഇല്ല തന്നെ അതിനകത്ത്. ഒരു കാല് പോലും നീട്ടി വെച്ചിട്ട് തന്നെ ഇരിക്കുവാനാവുക. മറ്റേ
സമയം 9:35. നമ്മളെ മലയാളിക്ക് സുപരിചിതമായ നമ്മുടെ ഹോളി മറിയ ഇതാ വടകര പുതിയ ബസ് സ്റ്റാൻഡിലൂടെ കടന്നു പോവുകയാണ്. തിരുവള്ളൂർ ഭാഗത്തേക്കുള്ള ട്രാഫിക്കെല്ലാം ഒതുങ്ങി എന്ന് വേണം പറയാൻ. സമയം ഇപ്പം 9 മണി കഴിഞ്ഞല്ലോ, 9:30 മണിയായി. അപ്പം അതിൻ്റെ ഒരു മാറ്റം കാണുന്നുണ്ട്. ഇപ്പോൾ സമയം 9:42. നമ്മളെ PK ട്രാവൽസ്, മലയാളിയോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ ഒരു ബസ് പുതിയ ബസ് സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡ് വളഞ്ഞു വരുന്ന ആ ഒരു കാഴ്ച കണ്ടില്ലേ? PK ട്രാവൽസിൻ്റെ AC സ്ലീപ്പർ ക്ലാസ് ആട്ടോ ഈ കാണുന്നത്. അടിപൊളിയല്ലേ? രണ്ട് മിനിറ്റ് ഗ്യാപ്പിൽ NS ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സും ഇതേപോലെ ബാംഗ്ലൂരേക്ക് പുറപ്പെട്ടു കേട്ടോ. A1 മൂന്നാമത്തെ ബസ്സാണ് ഞാൻ ഇന്ന് സ്പോട്ട് ചെയ്യുന്നത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നുണ്ട്, റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ. ഒൻപത് 45 കണ്ണൂരേക്ക് ഹരേരാം. ഒമ്പത് 51 കോട്ടയത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് നമ്മുടെ MRൻ്റെ ഫ്രണ്ടിലെത്തി. ഇപ്പോൾ സമയം 9:58 ശ്രീമുരുകൻ കോഴിക്കോടേക്ക്. അപ്പോൾ 10 മണി വരെ നമുക്ക് കോഴിക്കോടേക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഉണ്ട് അല്ലേ? ദൂരെ കൊല്ലങ്ങൾക്കിപ്പുറം നമ്മുടെ സാമിൻ്റെയും PK ട്രാവൽസിൻ്റെയും കൽപ്പകൻ്റെ ഒക്കെ ബസ്, രാത്രികാല സർവീസ് നടത്തുന്ന ബസ് വീണ്ടും കണ്ടപ്പം മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അപ്പോൾ ഈ ഒരു ബസ് സ്പോട്ടിംഗ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന്. 7 മണി മുതൽ 10:30 മണി വരെ ഞാനിവിടെ നിന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു പഴമ ഒട്ടും പോവാതെ തന്നെ നമ്മുടെ വടകരയും നമ്മുടെ ഹൈവേയും നിന്നിട്ടുണ്ടെന്ന് പറയാം. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത്, പിന്നെ എന്താ പറയുക, ഇതൊരു പരീക്ഷണ വീഡിയോ ആണ്, മിസ്റ്റേക്സ് ഒക്കെ കുറേ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.